all creatures of our Lord and King, lift up your voice and with us sing. Oh, praise Him. Hallelujah. Thou burning sun with golden beam, thou silver moon with softer gleam. Oh, praise Him. Oh, praise Him. Hallelujah. 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 Thou rushing wind that art so strong, ye clouds that sail in heaven alone. Oh, praise Him. Hallelujah. Thou rising morning praise rejoice, ye lights of evening find a voice. Oh, praise Him. Oh, praise Him. Hallelujah. 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 Thou flowing water pure and clear, make music for thy Lord to hear. Oh, praise Him. Hallelujah. Thou fire so masterful and bright, that givest men both warmth and light. Oh, praise Him. Oh, praise Him. Hallelujah. 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 Let all things their Creator bless, and worship Him in humbleness. Oh, praise Him. Hallelujah. Praise, praise the Father, praise the Son, and praise the Spirit, three in one. Oh, praise Him. Oh, praise Him. Hallelujah. 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 Greetings from Kindergarten at Bethesda, in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, നമ്മുടെ രക്ഷയ്ക്കായി കാലിത്തൊഴുത്തിൽ വന്നു പിറന്ന ആ യേശു നിത്യതയിൽ എങ്ങനെയായിരുന്നു എന്ന് ഒന്നുകൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഞായറാഴ്ച. വിശുദ്ധ തൃത്വത്തിൽ ഒരുവനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവാൻ ദൈവത്തോടും പരിശുദ്ധാത്മാവോടും ഒരുമിച്ച് ഒന്നായി ത്രിയേക ദൈവമായി നിത്യതയിലായിരുന്നു. ട്രയൂൺ ഗോഡ്. ദൈവത്തിൻ്റെ ത്രിയേകത്വം അഥവാ ട്രയൂണിറ്റി ഒരു മർമ്മമാണ്, മിസ്റ്ററി അഥവാ രഹസ്യം. ഇന്നത്തെ സുവിശേഷ ഭാഗം അത് വിശദമാക്കുന്നു. വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്ത് യേശു ആ പരമസത്യം ശിഷ്യന്മാരോട് പറയുന്നു. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്,
പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആദ്യം പിതാവാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഈ ലോകത്തിലെ ജ്ഞാനികൾ അവർ തത്വചിന്തയിലും നീതിശാസ്ത്രത്തിലും വേദാന്തത്തിലും ഉപനിഷത്തുകളിലും എല്ലാം പാണ്ഡിത്യം നേടിയവരാണ്. പക്ഷേ ഈ മർമ്മം അവർക്ക് മനസ്സിലാകില്ല. അവരതങ്ങോട്ട് എടുക്കത്തില്ല. അവർ ക്വസ്റ്റ്യൻ ചെയ്യും. അംഗീകരിക്കണമെങ്കിൽ ശിശുവിനെ പോലെ മനസ്സുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പറ്റിയാണ് ഇവിടെ ശിശുക്കളെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ സാധാരണക്കാരും പഠിപ്പില്ലാത്തവരും ഒക്കെയായിരുന്നു, മുക്കുവന്മാരും ഒക്കെയായിരുന്നു. അവർക്ക് വേദാന്തങ്ങളിലോ ഫിലോസഫിയോ ഉപനിഷത്തുക്കളോ ഒന്നും അറിയില്ല. അതുകൊണ്ട് അവരോട് ഇക്കാര്യം വെളിപ്പെടുത്തുമ്പോൾ അവർക്കത് മനസ്സിലാകും, അവരത് വിശ്വസിക്കും, അംഗീകരിക്കും. അതേസമയം ഈ ലോകത്തിലെ ജ്ഞാനികൾ എന്നെണ്ണപ്പെട്ടവർ അവരത് കൈക്കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, പിതാവേ, നീ അത് ജ്ഞാനികൾക്ക് അതുപോലെ വിവേകികൾക്ക് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ദൈവിക മർമ്മങ്ങളും അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ശിശുവിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. നമ്മളൊരു ശിശുവിനെ പോലെ ആശ്രയിച്ച് ശിശുവിൻ്റെ അതേ നിഷ്കളങ്കതയോടെ ആശ്രയബോധത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ മാത്രമേ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തുകയുള്ളൂ. എനിക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ള രീതിയിൽ ദൈവത്തെ സമീപിച്ചാൽ ദൈവത്തെ മനസ്സിലാക്കുവാൻ പറ്റില്ല. നിങ്ങൾക്ക് കൂടുതൽ തർക്കിക്കുവാനും ഡിബേറ്റ് ചെയ്യുവാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സ് വ്യാപരിക്കുകയുള്ളൂ. യഥാർത്ഥമായിട്ടുള്ള വെളിപ്പാട്, ആ റെവലേഷൻ, ആ ദർശനം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നാം ശിശുവിൻ്റെ മനസ്സുള്ളവരായിരിക്കണം. ശിശുവിൻ്റെ പരമാർത്ഥത. This is the information Jesus chooses to reveal. A profoundly interconnected relationship between Jesus Christ and God the Father. പിതാവാൻ ദൈവവും യേശുക്രിസ്തുവും തമ്മിലുള്ള ആ ബന്ധം. They know each other. The Father has revealed all truth, all things to Jesus the Son. They are both united together as God in the triunity along with the Holy Spirit. Yet they are somehow distinct from each other. ഇതൊരു വലിയ മർമ്മമാണ്. ഇത് ഗ്രഹിക്കണമെങ്കിൽ
ശിശുവിനുള്ള പരമാർത്ഥത നമുക്ക് വേണം. ഇത് സത്യമാണ്, ഇതാണ് സത്യം. ലോകത്തിൽ നമ്മൾ പഠിക്കുന്നതും ഗ്രഹിക്കുന്നതും ഫാക്ട്സാണ്. പക്ഷേ ദൈവം, സത്യമായ ദൈവം വെളിപ്പെടുത്തി തരുന്ന ആ സത്യം, അത് ഗ്രഹിക്കണമെങ്കിൽ ശിശുവിൻ്റെ പരമാർത്ഥത നമുക്ക് ആവശ്യമാണ്. ഇവിടെ വേഴ്സ് 26 and 27 പറയുന്നു, അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. പ്രിയ സഹോദരങ്ങളെ, നമ്മെ ഇത് ഫലമേൽപ്പിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മെ ദൈവം ഒരു പ്രത്യേക ജാതിയായി, വിശുദ്ധ വംശമായി, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മിൽ ദൈവത്തിൻ്റെ ആ വൻകാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വെളിപ്പാട് നമ്മിൽ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് തിരുമനസ്സായി, പ്രസാദം തോന്നി. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. യേശുക്രിസ്തു പറയുന്നു, എൻ്റെ പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും എന്നെ അറിയുന്നില്ല. യേശുക്രിസ്തുവിനെ അറിയുന്നത് പിതാവാണ്. അപ്പോൾ യേശുക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുത്രനായ യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും യേശുക്രിസ്തുവുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. യേശുക്രിസ്തു പൂർണ്ണമായും അറിയുന്നു. യേശുക്രിസ്തു പിതാവാൻ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുപ്പാൻ ആരെക്കുറിച്ചാണോ ഇച്ഛിക്കുന്നത് അവരും ദൈവത്തെ അറിയുന്നു. അങ്ങനെ ഒരു ഇച്ഛ, അങ്ങനെ ഒരു വിളിയും തിരഞ്ഞെടുപ്പും പ്രാപിച്ചവരാണ് നാം. എന്തിനു വേണ്ടിയാണ് ഈ വിളിയും തിരഞ്ഞെടുപ്പും നാം പ്രാപിച്ചത്? നമ്മളെ വിളിച്ചവൻ്റെ, നമ്മെ തിരഞ്ഞെടുത്തവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ, നാം അറിഞ്ഞ കാര്യം മറ്റുള്ളവരോട് പറയുവാൻ. അതിനാണ് നമ്മെ തിരഞ്ഞെടുത്തത്. ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നിയത് അതിനാണ്. ഇവിടെ തുടർന്ന് നമുക്ക് വായിക്കാം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വാസം കണ്ടെത്തുവാൻ നാം ചെന്ന് ചേരേണ്ടത്, അല്ലെങ്കിൽ ചെന്ന് അഭയം പ്രാപിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും തത്വശാസ്ത്രമോ തർക്കശാസ്ത്രമോ ഒന്നുമല്ല. അത് വളരെ സിമ്പിളായിട്ടുള്ള ട്രൂത്താണ്, വളരെ മൃദുവാണ്. എൻ്റെ പഠിപ്പിക്കലുകൾ അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്നോട് പഠിപ്പീൻ. അത് പഠിച്ച് നിങ്ങൾ എന്നിൽ ആശ്രയം വെപ്പീൻ, എന്നിൽ ചാരുവീൻ. റെസ്റ്റ് ഓൺ മീ, യു വിൽ ഗെറ്റ് റെസ്റ്റ്. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കും. ദൈവത്തിൽ ചാരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് സ്വസ്ഥത. ഏത് പ്രതികൂലങ്ങൾ വന്നാലും നമുക്കവിടെ ഒരു ശാന്തതയും ഒരു സ്വസ്ഥതയുമുണ്ട്. നമ്മൾ വല്ലാതെ മനപ്രയാസപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യാറില്ല. കാരണം നാം ചാരിയിരിക്കുന്നത് ആ ദൈവത്തിലാണ്. അവനിൽ ആശ്രയം കണ്ടെത്തിയോർ ഭാഗ്യവാന്മാർ. അവനിൽ ആശ്രയിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണമാണ് സ്വസ്ഥത, റെസ്റ്റ്. ഈ സ്വസ്ഥത എന്ന് പറയുന്നത്
ഏത് ഗുണങ്ങളെക്കാളും വിശിഷ്ടമാണ്. ഒരാൾ ശാന്തതയോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, വേവലാതിപ്പെടാതെ ഇരിക്കുക, യാതൊരു വറീസും ഇല്ലാതെ ഇരിക്കുക, അങ്ങനെ ആയിരിക്കുന്ന ഒരവസ്ഥ, അത് ദൈവത്തിൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. യേശു അതിലേക്കാണ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ പറയുന്നത്, എൻ്റെ പ്രമാണങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ അനുസരിപ്പീൻ. അത് നിങ്ങൾക്കൊരു വലിയ ചുമടൊന്നുമല്ല. എൻ്റെ നുകം നിങ്ങൾ ഏറ്റുകൊള്ളുവീൻ, അത് മൃദുവാണ്. ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകലവും പഠിപ്പിക്കും. ഇങ്ങനെ ഒരു വലിയ വെളിപ്പാടാണ് ഈ സുവിശേഷ ഭാഗത്ത് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവമായ യേശുക്രിസ്തു നമ്മെ വിളിക്കുന്നത് അവനിൽ വിശ്രമിക്കുവാനാണ്. ഇന്നത്തെ കീ വേഴ്സ് ഞാൻ എടുത്തിരിക്കുന്നതും ഈ സുവിശേഷ ഭാഗത്ത് നിന്നാണ്. മാത്യു 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കം ടു മീ all you are weary and are carrying heavy burdens, and I will give you rest. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നവൻ വിശുദ്ധനായിരിക്കണം. കാരണം വിശുദ്ധനായ ദൈവത്തെ സമീപിക്കുവാൻ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ദൈവമായ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം തൻ്റെ സർവാധികാരവും സർവശക്തിയും ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതിന്, അവരുടെ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കേണ്ടതിന്, അവരെ സഹായിക്കേണ്ടതിന് നിയമപ്പെട്ടകം എന്ന ആർക്ക് ഓഫ് ദ കവനൻറ്റിൽ സന്നിഹിതനായിരുന്നു. യുദ്ധങ്ങൾക്കും മറ്റും പോകുമ്പോൾ ഈ ഇസ്രായേൽ മക്കൾ ഈ നിയമപ്പെട്ടവും കൂടെ കൊണ്ടുപോകുമായിരുന്നു. കാരണം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യഹോവയായിരുന്നു. ഒരിക്കൽ ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റുപോയി. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഫിലിസ്തീനെ പിടിച്ചുകൊണ്ടുപോയി. അവരുടെ ദേശമായ അസ്കലോനിലേക്ക്, ഗസയിലേക്ക് കൊണ്ടുപോയി. അവിടെ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ വെച്ചു. നമുക്കറിയാം, ഇന്നത്തെ പോലെ തന്നെ ക്രിസ്തുവിനു മുമ്പ് 12-ാം നൂറ്റാണ്ട് മുതൽ അവരെന്നവിടെ കുടിയേറി അധിനിവേശം നടത്തിയോ ആ കടൽ തീരങ്ങളിൽ, അന്നു മുതൽ അവർ ഇസ്രായേലിനെ പല വിധത്തിൽ ഉപദ്രവിക്കുകയും അവരോട് യുദ്ധം ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ഇന്നും അത് തന്നെ തുടരുന്നു. പ്രിയ സഹോദരങ്ങളെ, അന്ന് അവർ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം പിടിച്ചുകൊണ്ടുപോയി വലിയ കാര്യമായിട്ട് കൊണ്ടുപോയതാണ്. അവരുടെ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ അത് കൊണ്ടുവച്ചു. ഒടുവിൽ അവർ നോക്കിയപ്പോൾ ദാഗോൻ ആ ആർക്ക് ഓഫ് ദ കവനൻറ്റിൻ്റെ മുമ്പിൽ മറിഞ്ഞു വീണ് കിടക്കുന്നു. തലയും വേർപെട്ട്, കൈകാലുകളും വേർപെട്ട്, ഉടൽ മാത്രമായിട്ട് കിടക്കുന്നത് കണ്ടു. ഛിന്ന ഭിന്നമായിപ്പോയി. അതുതന്നെയുമല്ല, അവർക്കെല്ലാം മഹാരോഗം ബാധിച്ചു. മൂലക്കുരു ബാധിച്ചു, ട്യൂമേഴ്സ്. അതിൻ്റെ വേദനയാൽ ജനങ്ങളുടെ നിലവിളി ആകാശത്തോളം ഉയർന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുപോലെ അവരുടെ സംഹാരകനായി എലിയുടെ ശല്യവും അവിടെ ഉണ്ടായി. എലിയുടെ ബാധ അവരുടെ ദേശത്തെല്ലാം വന്നു. ഒടുവിൽ അവർ വിചാരിച്ചു, ഈ നിയമപ്പെട്ടകം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അങ്ങ് കൊടുത്തുവിടാം, ഞങ്ങൾക്കിത് വേണ്ട. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്കെല്ലാം ഇത് നാശവും ഉപദ്രവവും രോഗവും ഒക്കെയാണ് വരുന്നത്, ശിക്ഷയാണ് വരുന്നത്. അതുകൊണ്ട് അവർ ആ നിയമപ്പെട്ടകം കൊടുത്തുവിട്ടു. 7 മാസക്കാലത്തോളം ഈ നിയമപ്പെട്ടകം ഈ ഗസയിലായിരുന്നു. പിന്നെ അത് കൊടുത്തുവിട്ട കാര്യമാണ് അടുത്ത വേദഭാഗത്ത് നമുക്ക് പഠിക്കുവാനുള്ളത്. പഴയ നിയമത്തിൽ നിന്നാണ്. 1 സാമുവേൽ chapter 7 verses 1 to 12.
കിര്യത്ത് യെയാരീം നിവാസികൾ വന്ന് യഹോവയുടെ നിയമപ്പെട്ടകമെടുത്ത് കുന്നിന്മേൽ അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ മകനായ എലയാസാറിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യത്ത് യെയാരീമിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. ഇസ്രായേൽക്കാർ ഈ പെട്ടകം കിര്യത്ത് യെയാരീം, യഹൂദയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് ഈ കിര്യത്ത് യെയാരീം. അവിടെ ഈ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അബീനാദാബ് ഒരു യഹൂദ പുരോഹിതനായിരുന്നു. അബീനാദാബിൻ്റെ മകനായ എലയാസാറായിരുന്നു യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിനും അവിടെ ശുശ്രൂഷ ചെയ്യേണ്ടതിനുമായിട്ട് നിയമിക്കപ്പെട്ടത്. ഏറിയ കാലം 20 സംവത്സരത്തോളം ആ പെട്ടകം അവിടെയായിരുന്നു. വേഴ്സ് 3. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരേത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരേത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അപ്പോൾ ഈ ഇസ്രായേലിയർ തോൽക്കുവാനുള്ള കാരണം അവർ അന്യദൈവങ്ങളെ ആരാധിച്ചു. ബാൽ എന്ന സൂര്യദേവനെയും അതുപോലെ അസ്തോരേത്ത് എന്ന ഒരു ഡേറ്റി, ഫെർട്ടിലിറ്റി ഗോഡസ്സാണ്. സെക്സിൻ്റെയും ഫെർട്ടിലിറ്റിൻ്റെയും ഒരു ഗോഡസ്സായിരുന്നു അത്. ആയിരുന്നു ആ ദേശനിവാസികൾ. ഇത് വിജാതീയരുടെ ഡേറ്റീസാണ്. പുരാതന കാലത്തെ ഈജിപ്ഷ്യൻ, മെസ്സപ്പൊട്ടേമിയൻ, കാനനൈറ്റ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ ബാൽ ദേവനെയും അസ്തരോത്തിനെയും ഒക്കെ ആരാധിച്ചിരുന്നു. ഈ അന്യദൈവങ്ങളെല്ലാം തന്നെ സാത്താൻ പ്രച്ഛന്നവേഷമെടുത്തതാണ്. സാക്ഷാൽ സാത്താൻ തന്നെയാണ് ഈ അന്യദേവന്മാർ എന്ന് പറയുന്ന ഈ ബാൽ ദേവനും അതുപോലെ അസ്തരോത്തും ഒക്കെ. അവരെ ആരാധിക്കുവാൻ പാടില്ല. പക്ഷേ മറ്റു ജാതികളുമായി ഉള്ള അവരുടെ ആ ഇൻഫ്ലുവൻസ് മൂലം ഇസ്രായേൽ മക്കളും ഇതൊക്കെ അവരുടെ വീട്ടിൽ വെക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. അതുകൊണ്ട് യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. അവർ ഫിലിസ്ത്യരോടുള്ള യുദ്ധത്തിൽ തോറ്റുപോയി. നിയമപ്പെട്ടകം ഫിലിസ്ത്യർ കൊണ്ടുപോയി. അതാണ് സംഭവിച്ചത്. ഇവിടെ ശമൂവേൽ എന്ന പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ മ്ലേച്ഛ വിഗ്രഹങ്ങളെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നീക്കിക്കളയുക. നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ ഒന്നും ആരാധിക്കരുത്. ഇത് സാത്താന്യമാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹമുണ്ടാകും എന്ന് പറഞ്ഞു. ജനം അത് അനുസരിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. ഇവിടെ മിസ്പ എന്ന സ്ഥലം, ആ സ്ഥലത്ത് ദൈവം ഇവരുടെ പ്രവൃത്തികളെയൊക്കെയും നോക്കുന്നു എന്നുള്ള അർത്ഥമാണ് ആ പേരിനുള്ളത്. വാച്ച് ടവർ, ഗോഡ്സ് പ്രസൻസ് ആസ് വാച്ചിങ് വിറ്റ്നസ്, അതായത് ഗോഡ്സ് വിറ്റ്നസ് ബിറ്റ്വീൻ യു ആൻഡ് മീ. നാം അവിടെ എന്ത് ചെയ്താലും ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. അതാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അന്നേരം ആ സ്ഥലത്ത് ഇസ്രായേൽ മക്കളെല്ലാം ഒന്നിച്ചുകൂടി. ശമൂവേൽ പറഞ്ഞു, നിങ്ങളവിടെ കൂടി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. ശമൂവേൽ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഇത് സിംബോളിക്കലായിട്ട് അവർ ചെയ്യുന്നതാണ്. തങ്ങൾ പാപമെല്ലാം ഉപേക്ഷിച്ച് ഇതെല്ലാം ഒഴുക്കിക്കളഞ്ഞു എന്നുള്ള ഒരു സൂചനയായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അവർ വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു.
ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചു കൂടിയെന്ന് ഫെലിസ്തീയർ കേട്ടപ്പോൾ ഫെലിസ്തീയ പ്രഭുക്കന്മാർ ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. പിന്നെയും വരികയാണ്. യഹോവയുടെ പെട്ടകം അവിടെ കൊണ്ടുപോയി അവർക്കുണ്ടായ നാശനഷ്ടങ്ങളും രോഗവും ബാധയും എല്ലാം അവർ കണ്ടതാണ്. പിന്നെയും വരികയാണ് ഇവരോട് യുദ്ധം ചെയ്യാൻ. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ഇവിടെ ഒരു സാക്രിഫൈസ് ഓഫ് അറ്റോൺമെൻ്റ് ആണ് നടക്കുന്നത്. പാപപരിഹാരം, പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാനാണ്. കാരണം ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ളതാണ് ദൈവപ്രമാണം. എന്നാൽ ഇവർ മരിക്കാതിരിക്കാൻ ഇവർക്ക് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആടിനെ ബലി കഴിച്ചു. ഇവരുടെ പാപമെല്ലാം അതിന്മേൽ ചുമത്തി ആടിനെ ബലി കഴിച്ചു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പകരമായിട്ട് ആടിനെ ബലി കഴിച്ചു. അങ്ങനെ പാപത്തിൽ നിന്ന് അവർക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടായതായി അവർ വിശ്വസിക്കുകയാണ്. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്ക് അടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. യഹോവയുടെ യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി ഇതാണ്. ഒന്നിലവൻ വെള്ളപ്പൊക്കം ഉണ്ടാക്കും. നമുക്കറിയാം, ഇസ്രായേലുമായിട്ടുള്ള പാലസ്തീൻ യുദ്ധത്തിൽ ഒരിക്കൽ ആ പാലസ്തീൻ മുഴുവൻ മുട്ടറ്റം വെള്ളമായി. അവരുടെ കൂടാരങ്ങളിലെല്ലാം വെള്ളം കയറിയതായിട്ട് നമുക്കറിയാം. ഭയങ്കര മഴ പെയ്തു. അതുപോലെ ഇടിമുഴക്കി അവരെ ഭ്രമിപ്പിക്കുക, മിന്നലിനെ അയക്കുക, കടന്നലിനെ അയക്കുക. എന്നുവെച്ചാൽ പ്രകൃതി ശക്തികൾക്ക് ഇവർക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ പ്രകൃതിയെ കൊണ്ട് ദൈവം അവരോട് യുദ്ധം ചെയ്യിപ്പിക്കും. പ്രകൃതി ശക്തികൾ അവർക്കെതിരായിട്ട് ചെല്ലും. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി ഫെലിസ്ത്യരെ ഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേല്യർ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബെത്കാരിൻ്റെ താഴ്വര വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞു. അതിന് എബനേസർ എന്ന് പേരിട്ടു. സ്റ്റോൺ ഓഫ് ഹെൽപ്പ്. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. അന്നേരം ദൈവത്തോട് നന്ദിയുള്ളവരായി അവർ അവിടെ ദൈവസന്നിധിയിൽ ആയിരുന്നു. എപ്പോഴെല്ലാം ഇസ്രായേൽ മക്കൾ പാപം ചെയ്യുമോ അപ്പോഴെല്ലാം അവരെ ദൈവം ശിക്ഷിക്കും. ശിക്ഷണങ്ങൾ കൊടുത്ത് നേർവഴിക്ക് അവരെ കൊണ്ടുവരും. കാരണം ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രത്യേക ജാതിയാണ്. ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ സമ്പത്താണ് അവർ ദൈവത്തിൻ്റെ. ഇത്രമാത്രം സ്നേഹവാനായ ഒരു ദൈവമാണ്. സാക്ഷാൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ശത്രു രാജ്യങ്ങൾ കാണുമ്പോഴും, അല്ലെങ്കിൽ ഈ ഫെലിസ്ത്യർ കാണുമ്പോഴും, അതുപോലെ മറ്റ് രാജ്യങ്ങൾ കാണുമ്പോഴും ഈ ദൈവം വലിയവനാണ്, ഞങ്ങൾ ആരാധിക്കുന്ന മിഥ്യാമൂർത്തികളെ പോലെ അല്ല, ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്, മനുഷ്യരോട് ഇടപെടുന്ന ദൈവമാണ്, സംസാരിക്കുന്ന ദൈവമാണ്, കാണുന്ന ദൈവമാണ്, ഇതെല്ലാം അറിയാം. എന്നിട്ടും അവർ സത്യദൈവത്തെ പിന്തുടരുന്നില്ല. അവർ തന്നെത്താൻ മനസ്സ് മരവിച്ചവരായി തീരുകയാണ്. ദൈവത്തിൻ്റെ അടുത്തേക്ക് അവർ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ വീണ്ടും വീണ്ടും അവരുടെ കൂടാരങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പാർപ്പിടങ്ങളിൽ ഇതുപോലെയുള്ള ശാപങ്ങളും ബാധകളും കൂട്ടക്കൊലകളും ഒക്കെ നടക്കുന്നത്. ഇത്രമാത്രം കടന്നു വരുവീൻ, ദൈവത്തെ അന്വേഷിപ്പീൻ. നിങ്ങളുടെ മുമ്പിലാണ് ദൈവം നിൽക്കുന്നത്. സാക്ഷാൽ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം.
പക്ഷേ ആ ദൈവത്തെ അവർ ഗൗനിക്കാതെ ഇരിക്കും തോറും ലക്ഷങ്ങളാണ് മരണപ്പെടുന്നത്. ഇപ്പോഴുള്ള ഇസ്രായേൽ പലസ്തീൻ വാറിൽ 46,000-ഓളം ജനങ്ങൾ മരിച്ചു. ഇതിനെല്ലാം കാരണം എന്താണ്? അവർ തിരിയുന്നില്ല, അവർ മനം തിരിയുന്നില്ല. അവർക്ക് സത്യദൈവത്തെ വേണ്ട. പിശാചിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് അവർ പൈശാചികൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. സത്യദൈവത്തിൻ്റെ ജനങ്ങളുടെ നേരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് തുടങ്ങിയതാണ്? ക്രിസ്തുവിന് മുമ്പ് 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിരിക്കുന്നവരായ നമുക്ക് നേരെ യാതൊരു ബാധയോ അനർത്ഥമോ പ്രതികൂലമോ വന്ന് നമ്മെ ഒടുക്കിക്കളകയില്ല, നശിപ്പിച്ചു കളകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറഞ്ഞിരിക്കുന്നു നമ്മുടെ അടുത്ത വചനപാഠത്തിലൂടെ. ദ ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 31-39. ഇതിന് കാരണമായി അപ്പോസ്തലൻ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ അനർത്ഥങ്ങളിന്മേലും പ്രതികൂലങ്ങളിന്മേലും നമുക്ക് ജയം നേടിത്തന്നിരിക്കുന്നു എന്നാണ്. ക്രിസ്തുവേശുവിലായിരിക്കുന്ന നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ധൈര്യവും ഉറപ്പും പ്രത്യാശയും നൽകുന്ന വചനഭാഗമാണിത്. God is for all who are in Christ, and nothing can harm them in any way. Nothing can separate them from the love of God. God is for us, and nothing can stand against us. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നിലകൊള്ളും. ക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മെ സ്നേഹിച്ച ആ സ്നേഹം പ്രശ്നങ്ങളിൽ നമ്മെ വീഴാതെ നിർത്തുന്ന സ്നേഹമാണ്. God's love is that powerful. ഇത്രമാത്രം ഉത്സാഹം തരുന്ന, ഉറപ്പ് തരുന്ന മറ്റൊരു വേദഭാഗമില്ല. It provides assurance and encouragement. God is for us. God's love is powerful. Christ is interceding for us. നമുക്ക് വായിക്കാം വേഴ്സ് 31 ഓൺവേർഡ്സ്. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് സൗജന്യമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രൈസ്റ്റ് ഈസ് ഇൻ്റർസീഡിങ് ഫോർ അസ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അടുത്ത വാക്യം പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. 44-ാം സങ്കീർത്തനം 22-ാം വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. വേഴ്സ് 36. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്തുവാൻ കഴിയാത്ത കാര്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് പൗലോസ് ശ്ലീഹ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇവയ്ക്കൊന്നും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്തുവാൻ കഴിവില്ല.
They are all powerless. ദൈവസ്നേഹമാണ് ഏറ്റവും പവർഫുൾ. God's love is that powerful. തുടർന്ന് പറയുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ഒന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിവില്ല. നമുക്ക് അനുകൂലമായ ഒരു ദൈവത്തെ പറ്റിയാണ് പൗലോസ്ലേഹ പറയുന്നത്. ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമെന്ന് എങ്ങനെയാണ് നാം അറിയേണ്ടത്? ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് സൗജന്യമായി നൽകാതിരിക്കുമോ? ഇന്നും ഈ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മഹിമയിൽ ഒരു മഹാപുരോഹിതനായി, നല്ലൊരു അഡ്വക്കേറ്റായി, ഒരു കാര്യസ്ഥനായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നമുക്ക് തുടർന്ന് വായിക്കാം. What can we ever say to such wonderful things as these? If God is on our side, who can ever be against us? Since He did not spare even His own Son for us, but gave Him up for us all, won't He also surely give us everything else? Who dares accuse us whom God has chosen for His own? Will God? No. He is the one who has forgiven us and given us right standing with Himself. Who then will condemn us? Will Christ? No. For He is the one who died for us and came back to life again for us, and is sitting at the place of highest honor next to God, pleading for us there in heaven. Who then can ever keep Christ's love from us? When we have trouble or calamity, when we are hunted down or destroyed, is it because He doesn't love us anymore? And if we are hungry or penniless or in danger or threatened with death, has God deserted us? No. For the scriptures tell us that for His sake we must be ready to face death at every moment of the day. We are like sheep awaiting slaughter. ഞാൻ വേഴ്സ് 36 ഒന്നുകൂടെ വായിക്കാം. For the scriptures tell us that for His sake we must be ready to face death at every moment of the day. We are like sheep awaiting slaughter. But despite all this, overwhelming victory is ours through Christ, who loved us enough to die for us. Verse 38. For I am convinced that nothing can ever separate us from His love. Death can't, and life can't. The angels won't, and all the powers of hell itself cannot keep God's love away. Our fears for today, our worries about tomorrow, or where we are, high above the sky, or in the deepest ocean, nothing will ever be able to separate us from the love of God, demonstrated by our Lord Jesus Christ when He died for us. നമ്മെ രക്ഷിച്ച ത്രിയേക ദൈവത്തിൻ്റെ മഹത്വമാണ് ഇന്നത്തെ വേദവചന പാഠങ്ങളിലൂടെ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവത്വത്തിലെ ആളത്തങ്ങൾ, ദൈവത്തിൻ്റെ ത്രിയേകത്വം അഥവാ ട്രയൂണിറ്റി,
വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ ഇക്കാര്യം വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ അവസാനത്തെ വചനപാഠം. സത്യസുവിശേഷത്തിൽ ഉറച്ചു നിൽക്കുവാൻ പൗലോസ്ലീഹ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. വേഴ്സ് 13 ഓൺവേർഡ്സ്. കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ ഞങ്ങൾ കടംപെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. But we must forever give thanks to God for you, our brothers, loved by the Lord, because God chose from the very first to give you salvation, cleansing you by the work of the Holy Spirit and by your trusting in the truth. Through us, He told you the good news. Through us, He called you to share in the glory of our Lord Jesus Christ. With all these things in mind, dear brothers, stand firm and keep a strong grip on the truth that we taught you in our letters and during the time we were with you. സുവിശേഷ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പൗലോസ്ലീഹ ധൈര്യപ്പെടുത്തുന്നു. രക്ഷയെ അഗണ്യമാക്കരുത്. രക്ഷയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ധൈര്യവും ഉറപ്പും ഉത്സാഹവുമാണ് ഉണ്ടാകേണ്ടത്. അപ്ലിഫ്റ്റ്മെൻറ്റ്. പ്രതികൂലങ്ങളിൽ പ്രത്യാശയോടെ ഇരിപ്പാൻ ദൈവകൃപ നമ്മെ സഹായിക്കും. യേശുക്രിസ്തു മടങ്ങി വരുന്നു എന്ന ധൈര്യമാണ് ജീവിതം ഉത്തരവാദിത്വത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ദൈവസ്നേഹത്തിലും ദൈവത്തിൻ്റെ പരമാധികാരത്തിലും നാം ഉറച്ചു നിൽക്കുക. അതാണ് നമ്മുടെ ബലം. ഇവിടെ പ്രധാനമായും 3 കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. 1. പിതാവാം ദൈവത്താൽ ആദ്യം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം. ഇറ്റ് ഈസ് ദ സോവറൻ വിൽ ഓഫ് ദ ഫാദർ ദാറ്റ് ചോസ് us. 2. the glory that we share with Christ. യേശുക്രിസ്തുവിനോടൊപ്പം ദൈവമഹത്വം പങ്കിടുന്ന നാം. 3. the sanctifying work of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച നാം. പ്രിയ സഹോദരങ്ങളെ, കിൻഡർ ഗാർഡൻ ബെഥസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.